ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മഴക്കാലത്ത് വീട്ടമ്മമാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മല്ലിയും മുളകും ഒക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പൂത്ത് കട്ട പിടിച്ച് കേടായി പോവുക എന്നത്. ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ മല്ലിയും മുളകും ഒക്കെ മാസങ്ങളോളം പൂക്കാതെ കട്ട പിടിക്കാതെ കേടാവാതെ ഇരുന്നോളും. നല്ല വെയിലുള്ള സമയത്ത് മുളകൊക്കെ വാങ്ങി നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കണം. ഒത്തിരി നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള മുളകാണെങ്കിൽ മുളക് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇതുപോലെ ഒടിച്ചാൽ രണ്ടായിട്ട് ഒടിയുന്ന രീതിയിൽ വേണം മുളക് ഉണക്കിയെടുക്കാൻ. ഞെട്ടിരുന്നാൽ മുളക് പെട്ടെന്ന് തന്നെ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു വെക്കാനുള്ള മുളകിൻ്റെ ഞെട്ടെല്ലാം പറിച്ചു മാറ്റാം. ഇനി ഇത് എയർ ടൈറ്റായ നന്നായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പച്ചരിയാണ് കേട്ടോ. നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിയില്ലേ, അതാണ് ഇവിടെ ആവശ്യം. ഒരു കോട്ടൺ തുണിയിലേക്ക് 2 സ്പൂൺ പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു കിഴി പോലെ ഒന്ന് കെട്ടിയെടുക്കാം. കിഴി പോലെ കെട്ടിയെടുത്ത പച്ചരി നമ്മുടെ മുളകും മല്ലിയൊക്കെ സൂക്ഷിക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം. ഈർപ്പത്തെ വലിച്ചെടുക്കാനുള്ള ബെസ്റ്റ് ഐറ്റമാണ് കേട്ടോ നമ്മുടെ പച്ചരി. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ പച്ചരി കിഴി ഉണ്ടല്ലോ, മുളകും മല്ലിയും ഒക്കെ ഇട്ട് വച്ചേക്കുന്ന പാത്രത്തിനുള്ളിലെ ഈർപ്പത്തെ മുഴുവനോടെ തന്നെ അബ്സോർബ് ചെയ്യും. 1-2 പച്ചരിക്കിഴി ഉണ്ടാക്കി ഓരോ പാത്രത്തിലേക്കും ഇട്ടുകൊടുക്കാം. ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ എത്ര മാസങ്ങൾ ഇരുന്നാലും നമ്മുടെ മല്ലിയും മുളകും ഒന്നും കേടാവില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ പച്ചരിക്കിഴിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത ടിപ്പ്. ഈർപ്പത്തെ വലിച്ചെടുക്കാൻ വളരെ വളരെ എഫക്റ്റീവായ ഒന്നാണ് ചിരട്ട. ഒരു ചിരട്ട നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കിയ ശേഷം ഇതൊന്ന് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്ത ചിരട്ട ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. നല്ലതുപോലെ ഉണക്കിയെടുത്ത ചിരട്ട കഷ്ണങ്ങൾ നമ്മുടെ മല്ലിയും മുളകും ഒക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും തരത്തിലുള്ള ഈർപ്പം ആ പാത്രത്തിനകത്തുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ചിരട്ട കഷ്ണങ്ങൾ വലിച്ചെടുത്തോളും. അങ്ങനെ നമ്മുടെ മുളകും മല്ലിയും ഒക്കെ മാസങ്ങളോളം കേടാവാതിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്